മോളെ മോളെ ജോൺസൺ ചായ നമ്മുടെ മോള് വന്നു വാന്ന്. ജീവണ നീ എങ്ങനെ ഇവിടെ? അച്ഛനും അമ്മയ്ക്ക് സുഖാണോ? ഇല്ല അച്ഛ, അയാള് വീട്ടിൽ കാറിലിരിപ്പുണ്ട്. അച്ഛനെയും അമ്മയും കണ്ടിട്ട് ഉടനെ ചെല്ലാൻ പറഞ്ഞു. അച്ഛനെയും അമ്മയും കാണണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോ എനിക്ക് കാണിക്കാൻ കൊണ്ടുവന്ന അയാള്. മോളെ, നീ അച്ഛനോട് ക്ഷമിക്കണം. ഞാൻ കാരണം എന്റെ മോള് അച്ഛന് കാല് പിടിച്ച് നിന്നോട് മാപ്പ് ചോദിക്കുക. എന്നെ വെറുക്കല്ലേ. അങ്ങനെയൊന്നും പറയില്ലേ അച്ഛ, എന്റെ ചങ്ക് പൊട്ടിപ്പോ. മോളെ, നിന്നെ അയാള് ഉപദ്രവിച്ചോ? എന്തെങ്കിലും അയാള് നിന്നെ ചെയ്തോ? പറ, അമ്മയോട് പറ. അയാൾ എന്നെ റേപ്പ് ചെയ്തു എന്നറിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും ചങ്ക് പൊട്ടിച്ചത്തുപോകും. അതുകൊണ്ട് ഞാൻ കള്ളം പറയാ. ഇല്ല അമ്മേ, അയാൾ എന്നെ ഒന്നും ചെയ്തില്ല. കൊണ്ട് ചെന്ന് അന്ന് പട്ടിണി കിട്ടും. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ ഫുഡൊക്കെ തരാൻ തുടങ്ങി. അയാളുടെ വീട്ടു ജോലി മാത്രം ചെയ്താൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. നീ അച്ഛനും അമ്മയും വിഷമിക്കാതിരിക്കാൻ കള്ളം പറയല്ലോ അല്ലേ? ഇല്ല അച്ഛാ, സത്യ. എന്നാലും ഈ അച്ഛൻ കാരണം നിനക്ക് അയാളുടെ വീട്ടിലെ ജോലി എടുക്കേണ്ടി വന്നല്ലോ മോളെ. നീ കൊന്നേക്ക്. അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ കുറ്റബോധം ഒന്ന് തീരട്ടെ. വേണ്ട അച്ഛ, അങ്ങനൊന്നും പറയല്ലേ. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനും ജീവിക്കുന്നത്. എനിക്കൊന്നുമില്ല. ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. അച്ഛ, അമ്മ, ഞാൻ എന്നാ പോവാ. അയാൾ ഇനി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. ഇങ്ങോട്ട് കയറി വന്ന് സീനുണ്ടാക്കും. അതിനു മുന്നേ ഞാൻ ഇറങ്ങുക. മോളെ, നീ പോണ്ട. അയാൾ എന്നെ കൊന്നോട്ടെ. എനിക്ക് നിന്നെ പറഞ്ഞു വിടാൻ വയ്യ. നെഞ്ചിലെ തീയ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ അത് ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോ ആത്മഹത്യ ചെയ്യാൻ തോന്നുവോ? വേണ്ട അച്ഛ, അയാൾ പറഞ്ഞിരിക്കുന്നത് അയാളെ ധിക്കരിച്ച് ചാടി രക്ഷപ്പെടാൻ നോക്കിയ എന്നെ അച്ഛനെയും കൊന്നിട്ട് അയാളെ അമ്മയുടെ ജീവിതം നരകിപ്പിക്കുമെന്ന്. അങ്ങനെ കാണാൻ എനിക്ക് വയ്യ അച്ഛ. അതിനച്ഛന് പറ്റൂ? ഇല്ല, അയാൾ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഒരു രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയ ഞാൻ ഉറപ്പായിട്ടും വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ പോട്ടെ അമ്മേ, അമ്മ, അച്ഛ, ഞാൻ ഇറങ്ങുക. ഇനി ഒരു അവസരം കിട്ടുമ്പോ ഞാൻ വരാം. പോട്ടെ. മര്യാദക്കിരിക്കടി. Why are you crying, princess? You miss them that much? സാരമില്ല, ശരിയായിക്കോളും. ഡ്രൈവർ, വണ്ടി എടുക്കണോ? എവിടെയായിരുന്നു 2 ദിവസം? അത് പിന്നെ അച്ഛന് സുഖമില്ലായിരുന്നു. ഞാനതൊന്ന് ചോദിക്കാനല്ലേ വന്നേ. ഞാൻ കേട്ടത് ശരിയാണോ? എന്ത് കേട്ടു? റോഷൻ സാറിന് നിന്റെ മാരേജ് ആണോ നാളെ? അതെ ചേച്ചി. നീ കല്യാണത്തിന് സമ്മതിച്ചോ? എന്റെ സമ്മതമൊക്കെ അയാൾക്ക് വേണോ? ജിയോണ, നീ വിഷമിക്കണ്ട. ഞാൻ സാറിനോട് സംസാരിക്കാം. എന്തിന് സംസാരിച്ചാലും
അയാൾ ആരും കേൾക്കാൻ പോകുന്നില്ല. ഓൾറെഡി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വീട്, കുടുംബം, അച്ഛൻ, അമ്മ, ജോലി. പിന്നെ എന്നെ അയാള്, പിന്നെ ഞാൻ എന്തിനു വേണ്ടിയിട്ടാ ഇതിനെ സമ്മതിക്കാതിരിക്കുന്നത്? എനിക്കൊരു ഓപ്ഷൻ ഇല്ല ചേച്ചി. എന്റെ ജീവിതം അയാളുടെ കൈ കുരുങ്ങിക്കഴിഞ്ഞു. കഴിക്കുന്ന ചെയ്യണ, ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ട്, ഒരു ചേച്ചിയെ പോലെ തന്നെ. സാർ, ഇതാ കോഫി. ആ ക്ലാര, ഇവയ്ക്ക് എങ്ങനെയുണ്ട്? പനിക്കൊക്കെ കുറവുണ്ട്. സാറിനെ കാണാഞ്ഞിട്ട് ഭയങ്കര വിഷമാ അവൾക്ക്. അവളെ കാണാൻ ഞാൻ വരുന്നുണ്ട് ഉടനെ. സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. സാറ് ജിയോണ മാഡത്തിനെ കല്യാണം കഴിക്കാൻ പോകണോ? അതെ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാർ, ജിയോണ മാഡം ഒരു പാവല്ലേ? അതിനെ എന്തിനാ സാർ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അതിനെ വീട്ടിൽ പറഞ്ഞു വിട്ടൂടെ? ഇതല്പം ക്രൂരതയല്ലേ? സാറും അയാളും തമ്മിൽ ഇപ്പോ ഒരു വ്യത്യാസമില്ലാതെ. Stop it, Clara. Mind your language. How dare you to compare me with them? ഇനി നിന്റെ നാവ് ഇതിനു വേണ്ടി പോങ്ങരുത്. ഇവ എന്റെ ഒരു വീക്ക്നെസ് ആണ്. അവളെ കരുതിയ ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത്. എന്നും കരുതി നിനക്ക് എന്റെ എല്ലാ കാര്യത്തിലും ഇടപെടാനുള്ള ലൈസൻസായി അതിനെ കണ്ടേക്കരുത്. ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു. അച്ഛനും അമ്മയും പേടിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ധൈര്യമായിട്ടിരിക്കും. മോളെ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഉടൻ തന്നെ അച്ഛനെ അമ്മയെ അറിയിക്കണേ. അച്ഛനോട് മോൾക്ക് വെറുപ്പ് തോന്നുന്നുണ്ടോ? അച്ഛാ, ഇങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനോട് മോള് ക്ഷമിക്ക്.
അയാള് തെറ്റ് ചെയ്തതിന് അച്ഛൻ എന്തിനാ അച്ഛൻ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കരുത് പ്ലീസ്. മോളെ, എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാതിരിക്കരുത്. ഞങ്ങൾ വിഷമിക്കുമെന്ന് കരുതി ഒന്നും നീ മറച്ചു വെക്കരുത്. അമ്മയോട് എന്തുണ്ടെങ്കിലും പറയണം. അമ്മ വിഷമിക്കണ്ട, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അമ്മയും അച്ഛനെയും വിളിച്ചോളാം. ജിയോണ, കാം, നമുക്ക് പോവാം. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവോ? അപ്പൊ ശരി അമ്മായിച്ച, ഇനി നമുക്ക് കാണാം. സൂബിൻ, നീ ജിയോണയുടെ അച്ഛനെയും അമ്മയും സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കണം. ഓക്കെ? ഇതേതാ ഈ വീട്? ഇതാണ് എന്റെ വീട്. മറ്റേത് എന്റെ പപ്പ എന്റെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുത്ത വീടാ. ഇറങ്ങ. ഇനി മുതലപ്പോ ഈ വീട്ടിലാണോ താമസിക്കേണ്ടത്? അതെ, ഇത്രയും നാളും നീ എന്റെ ലീഗലി വൈഫ് അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിന്നെ മറച്ചു വെക്കേണ്ടത് എന്റെ അത്യാവശ്യമായിരുന്നു. ഇനിയിപ്പൊ ഞാൻ ആരെയും പേടിക്കാനും ആർക്കും മറുപടി കൊടുക്കാനും ഇല്ലല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് കയറ്റാം. വാചം അടിച്ച് നിൽക്കാതെ മോള് വാ അകത്തോട്ട്. അല്ല, ഇതാര്? പപ്പയുടെ സുന്ദരിക്കുട്ടിയോ? ഇത് ഈ പാല് നീ മര്യാദക്ക് കുടിക്കുന്നുണ്ടോ? പപ്പയുടെ കുഞ്ഞി പാല് കുടിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് ഉറങ്ങണം കേട്ടോ. പപ്പയ്ക്ക് ഇന്ന് ഇത്തിരി ജോലിയുണ്ട്. അതുകൊണ്ട് നാളെ നമുക്ക് പാർക്കിൽ പോയി കളിക്കാം. ഓക്കെ? മൈ ഗുഡ് ഗേൾ. ക്ലാര, കുഞ്ഞിനെ പിടിക്കുക. ജിയോണ, പെട്ടെന്ന് തന്നെ റൂമിലോട്ട് വന്നേക്കണം. നീ വിചാരിക്കുന്ന പോലെ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അയാളെപ്പോലെ തന്നെ നിങ്ങളും ചതിയെത്തിയ. എനിക്കൊന്നും കേൾക്കണ്ട, പ്ലീസ് ലീവ് മീ അലോൺ. മോളെ, അത് അപ്പൊ തനിക്ക് ഓൾറെഡി ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ എന്തിനാണ് താൻ എന്നെ കല്യാണം കഴിച്ചത്? എന്നെ വെറുതെ വിട്ടുവിടായിരുന്നു. അതിന് ക്ലാര എന്റെ വൈഫ് അല്ലല്ലോ. ഓ, അത് ശരിയാ. കുട്ടി ഉണ്ടാവാൻ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നോട് നിങ്ങൾ ചെയ്തതുപോലെ ക്ലാരേച്ചിയെ നിങ്ങൾ റേപ്പ് ചെയ്തതായിരിക്കും അല്ലേ? ജിയോണ, സൂക്ഷിച്ച് സംസാരിക്കണം. ഫോർ വാട്ട്? എനിക്ക് നിങ്ങളെ പേടിയില്ല. നിന്നെ പോലൊരു ചതിയനെ പേടിക്കുന്ന കാര്യം എനിക്കില്ല. അതെടി, ഐ എം എ ചീറ്റർ. ഞാൻ തന്നെ ക്ലാരയുടെ കുഞ്ഞിന്റെ അച്ഛനെന്ന് കൂട്ടിക്കോ. അതിന് നിനക്കെന്താ പ്രശ്നം? നീ എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. വാട്ട് ഈസ് യുവർ പ്രോബ്ലം ജിയോണ? ഇനി എന്റെ നേരെ നിന്നിങ്ങനെ ശബ്ദമുയർത്തി നീ സംസാരിച്ച ക്ലാരയുടെ കയ്യിലിരിക്കുന്ന പോലെ ഒരെണ്ണം നിന്റെ കയ്യിലിരിക്കും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങിക്കോ. ജിയോണ, നീ എഴുന്നേറ്റായിരുന്നോ? മിണ്ടരുത് നിങ്ങൾ. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? മോളെ ജിയോണ, നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്ക് പറയാനൊരു അവസരം നീതാ. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്ക് എന്നെ ചീത്തറന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷെ എനിക്ക് പറയാൻ നീ ഒരു അവസരം എന്താ? പറ, ഇപ്പൊ പറ, എന്താ നിങ്ങക്ക് പറയാനുള്ളത്? ജിയോണ, റോഷൻ സാറ് എന്റെ ഭർത്താവല്ല, ഇവിടെ അച്ഛനും അല്ല. പിന്നെ ആ കുഞ്ഞാര, അവൾ എന്റെ മോള് തന്നെ. ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോള്. പക്ഷെ അവളുടെ അച്ഛൻ റോഷൻ സാർ അല്ല. പിന്നെ ആരാ? ജോഷുവ മാത്യൂസ്, റോഷൻ സാറിന്റെ അനിയൻ.